നമ്മൾ കുറച്ച് സുഹൃത്തുക്കളും അവരുടെ കുടുംബവുമായി വാഗമണ്ണിൽ യാത്ര പോവുകയാണ്. എടാ, ഇതുപോലത്തെ നിലവാരമുള്ള അച്ചടി ഭാഷയൊന്നും നിന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. നീ ഇപ്പം അതുപോലെ പാത്താളം അടിച്ചങ്ങ് പോയാൽ നാട്ടിലെ കുറച്ച് കൂട്ടുകാരും പിള്ളേരും എല്ലാവരും ഉൾപ്പെടെ നമ്മളൊരു 18 പേര് വാഗമണ്ണിലേക്ക് ഒരു ട്രാവലർ ബുക്ക് ചെയ്ത് പോവുകയാണ്. ഗുയിസ് 1.5 ദിവസത്തെ പ്ലാനാണ്. വഴിയെ പോയ രാജാവിൻ്റെ തലവെട്ടി അറിഞ്ഞൂടെ? നീ പിടി. വഴിയെ പോയ രാജാവിൻ്റെ തലവെട്ടി വേട്ടാവളെ നേരെ പിടി. ഞാൻ ഇങ്ങനെ ആക്കിയാ പോലെ വെട്ടിയാ പോലെ വഴിയെ പോയ രാജാവിൻ്റെ തലവെട്ടി. വാഗമൺ ടൗണിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ള കടുവാക്കാനം കോട്ടേജിലാണ് സ്റ്റേ ചെയ്തത്. പലരും പൂള് വേണേ എന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്ക് ഫ്രഷ് വാട്ടറുള്ള നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടവും അരുവിയായിട്ടുള്ള സെറ്റപ്പ് ഇതിൻ്റെ അടുത്തുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോട്ടേജാണ്. തേയിലത്തോട്ടത്തിനിടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഗ്രില്ല്, ക്യാമ്പ് ഫയർ എല്ലാ പരിപാടികളും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഒരു 1:30 അവിടെ എത്തിയ നമ്മൾ നേരെ പോയത് KPM ഫിഷ് ഫാം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട്, പിന്നെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതെല്ലാം ഒരു പാറമടയ്ക്ക് നടുവിൽ ഉള്ള സ്ഥലമാണ്. അവിടെ ചെറിയൊരു സെറ്റപ്പ് അവർ ചെയ്തിരിക്കുകയാണ്. അവിടെ ഈ പാറമടയിൽ നമുക്ക് കുട്ടവഞ്ചിയിൽ പോവാം. 100 രൂപയാണ് കുട്ടവഞ്ചി പോകാനുള്ള വില. പിന്നെ നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ സെറ്റപ്പ്, രാത്രി ഒരു ലൈറ്റിങ് പരിപാടി ഇതൊക്കെ ഉണ്ട്. ഒരുമാതിരി ടിക്കറ്റിന്റെ പൈസ തിരിച്ചു. അവസാനം ഒരു മീനിനെ കണ്ടു. ഒന്നല്ല 2 ഉണ്ട് കേട്ടോ, വലുത്. എന്തൊരു മീനാണെന്ന് തോന്നുന്നു. ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്നത് ഒരു ട്രാവലറാണ്. വ്ളോഗൊന്നും ചെയ്യില്ലെങ്കിലും അദ്ദേഹം ചെയ്യുന്നവരെക്കാളും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. വാഗമണിൽ തന്നെ 8ാമത്തെ തവണയാണ് വരുന്നത്. ഏത് ജില്ലയിൽ പോയാലും അദ്ദേഹത്തിന് സുഹൃത്ത് വലയുണ്ട്, വലിയൊരു സുഹൃത്ത് വലയുള്ള മനുഷ്യനാണ് ഉണ്ണിക്കുട്ടൻ. ഇത് ഞാൻ ഇടൂല, നീ പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ ആവശ്യത്തിന് തള്ളിയതിനു ശേഷം നമ്മൾ കുട്ടവഞ്ചിക്ക് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് കുട്ടവഞ്ചി. ഇതിലൊരു പ്രത്യേകത പറഞ്ഞാൽ കളർ മീനുകളൊക്കെ നമ്മളെ വഞ്ചിയുടെ പിറകെ വരും. നമ്മുടെ കയ്യിലുള്ള ഫുഡ് അതിന് പതുക്കെ ഇട്ട് കൊടുക്കാം. കയ്യിലൊക്കെ വന്ന് കടിച്ചിട്ടൊക്കെ പോകും. ഇത് നമുക്ക് കാണാം. ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ ഈ കുട്ടവഞ്ചിയിൽ മീനിനെ തൊട്ട് പോകാം. മീനിനെ തുടരുതെന്നൊക്കെയാണ് അവർ പറയണത്. പക്ഷെ നമ്മൾ തൊട്ട് പോകണേ, ഇങ്ങനെ കയ്യിലൊക്കെ വന്ന് തുള്ളി കളിച്ചിട്ട് അതങ്ങ് പോകും. കറക്റ്റായിട്ട് ഫുഡ് തീരണ വഞ്ചിയുടെ പിറകിൽ ഇത് വരില്ല, വേറെ വഞ്ചി തപ്പിപ്പോവും. ഇതെങ്ങനെ അറിയണമെന്നോ ഈ ഫുഡ് തീർന്നത്? എന്തായാലും കൊള്ളാം. എന്നാ പിടിച്ചോ കയ്യിൽ ആടെ പോളി. ഇത് നമ്മൾ പോകണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സ്പോട്ടൊന്നുമല്ല. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോണ വഴിക്ക് ഇങ്ങനൊരു സ്ഥലം കണ്ടുകൊണ്ട് ഇവിടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും ഈ ഫിഷ് ഫാമിനകത്ത് കുറച്ച് ഏരിയയേ ഉള്ളൂ. പക്ഷേ ഈ കുട്ടവഞ്ചി പോണത് അത്യാവശ്യം മുതലാവണ പരിപാടിയാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. ഇങ്ങനെ മീൻ ഇങ്ങനെ നമ്മളെ ഫോളോ ചെയ്ത് വരുന്നത് ഇരുന്ന് പോകുമ്പോഴും. ഇളയതിന് ലൈഫ് ജാക്കറ്റ് ഇല്ല. എനിക്ക് നീന്തൽ അറിയാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മീനെ വേനൊന്നും ഇല്ല, ചിലപ്പോൾ വിരള് പോകും. ഈ പോണതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ മണ്ടേന്ന് ഈ വെള്ളം സ്പ്രേ ചെയ്ത് വിടുന്ന ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. പിള്ളേരുണ്ടെങ്കിൽ തലയിലൊക്കെ മൂടിക്കൊണ്ട് പോയാൽ മതി. അവിടെ നമ്മൾ വനാന്തർ ഭാഗങ്ങളിലൂടെ നമ്മുടെ അരുവി വെള്ളച്ചാട്ടം തപ്പി പോവുകയാണ്. കല്ലാറ്റുപാറ അങ്ങനെ എന്തോ ആണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് പറഞ്ഞത്. അതൊരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, വലിയ ഒരുപാട് ആൾക്കാരൊന്നും അവിടെ വരാനില്ല. പക്ഷെ നല്ല രസമാണ്. ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ. ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ അരുവി ചെറിയും വലുതുമായിട്ട് ഉള്ള വെള്ളച്ചാട്ടങ്ങൾ. മറ്റേ ഈ ചറക്കിയൊക്കെ പോവാം ഇവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിൽ. നമുക്കൊരു പ്രൈവസി ഉണ്ട് കുളിക്കാൻ. ഇവിടെ വേറെ ശല്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എവിടെയെങ്കിലും ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് അടുത്ത് കുളിക്കാൻ വേറെ സ്ഥലം കാണും. കണ്ട കുറേ ഏരിയാസ് ഉണ്ട് ഇവിടെ. അവസാനം നമ്മളും ഒരു കുളിയൊക്കെ പാസ്സാക്കി. പിള്ളേർക്കൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇവിടെ അങ്ങനെ ഭയങ്കര വഴുക്കലോ മലവെള്ളപ്പാച്ചിലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എന്നാണ് ആൾക്കാർ പറഞ്ഞത്. നമ്മൾ വന്നപ്പോഴും വഴുക്കലും പരിപാടിയൊന്നും ഇല്ല. എല്ലാവർക്കും നല്ല കംഫർട്ടബിളായിട്ട് ഇവിടെ വന്ന് കുളിക്കാൻ സാധിച്ചു. രാത്രി അവിടുത്തെ ചേട്ടന്മാരുടെ കൂടെ ചേർന്ന് ഗ്രില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി, മയണൈസൊക്കെ ഉണ്ടാക്കി, പോത്ത് റോസ്റ്റും പോത്ത് ഫ്രൈയും പൊറോട്ടയൊക്കെ വെച്ചിട്ട് വിശാലമായിട്ടുള്ള ഒരു ഡിന്നർ. ക്യാമ്പ് ഫയർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നടേ. അപ്പോഴേക്കും മഴ കെട്ടിയെടുത്ത് ക്യാമ്പ് ഫയർ ക്യാൻസലാക്കി. പിറ്റേ ദിവസം എല്ലാത്തിനെയും തട്ടി വെടിപ്പിച്ച് കുളിച്ചൊരുക്കി എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 11 മണിയായി. ഇനി എന്തൊരു വേഗം കാണാനെന്തോ. എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് അഡ്വഞ്ചർ പാർക്കിലോട്ട് പോയി. തിരക്കാണെങ്കിൽ അവിടെ തേയോ, അതുകൊണ്ടാണ് ആദ്യം ഇവിടെ വന്നത്. പക്ഷെ തിരക്കൊന്നും ഇല്ലായിരുന്നു.
20 രൂപയാണ് ഒരാൾക്കുള്ള പാസ്. ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ ഫുഡ് പോരാ. ആരെങ്കിലുമൊക്കെ വരണമെങ്കിൽ വെളിയിൽ നിന്നൊക്കെ തിന്നിട്ട് വരി. ആദ്യം അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് കയറാന്ന് പറഞ്ഞാൽ ഇവിടെ വന്നത് ഗ്ലാസ് ബ്രിഡ്ജ് ഇതുകൊണ്ട് ഇവിടെ നിന്ന് കാണാം. കണ്ട് സഹായിച്ചു അവിടെ നിന്നിട്ട് പോവാം. മെയിൻ്റെനൻസ് വർക്ക് കാരണം ഗ്ലാസ് ബ്രിഡ്ജ് ഇന്നത്തേക്ക് തുറക്കില്ലെന്ന്. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിക്കൂടി സൈക്കിൾ ഓടി പോകണത് കാണാം. 250 രൂപയൊക്കെയാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ് ഇവിടുത്തെ ഓരോ റൈഡിന്. 250, 300 രൂപ വെച്ചൊക്കെ ഉണ്ട്. പക്ഷേ പ്രകൃതി ഭംഗി അടിപൊളിയാണ്. പാരാഗ്ലൈഡിങ് ഉണ്ട്, പിന്നെ ഏറിക്കൂടി നടന്നു പോകണതുണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. നമ്മൾ വന്നപ്പോൾ മെയിൻ്റനൻസ് ആയിരുന്നു. പിന്നെ ഇതുപോലെ പൊക്കി എറിയുന്ന സാധനമുണ്ട്, ഊഞ്ഞാല് പോലത്തെ സാധനങ്ങളുണ്ട്. എല്ലാം ഏറി നിന്നുള്ള പരിപാടികളാണ്. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇവിടെ. പിന്നെ ജീപ്പ് റൈഡിങ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. മണ്ടേന്ന് ഇറങ്ങി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് പതുക്കെ സ്ഥലമൊക്കെ കണ്ടിട്ട് ഏത് റൈഡിൽ കയറണോ തീരുമാനിക്കാന്ന് വിചാരിച്ചു. കുട്ടികൾക്കുള്ള സാധനമാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. അതല്ല ഇപ്പൊ നിങ്ങൾ അങ്ങേറാൻ പോണ്ടേ പോയില്ലേ? ബോട്ടിന് 100 രൂപയല്ലേ ഉള്ളൂ. അത് ബോട്ടിന് 100 രൂപയല്ലേ ഉള്ളൂ. ഒരു ബോട്ടിൽ പോലും 100 രൂപയാ. ഇതിൻ്റെയൊക്കെ ചാർജ് ഭയങ്കര കൂടുതലാണെന്ന് മണികണ്ഠൻ ചേട്ടൻ പരാതി പറയുന്നു. ഫിഷ് സ്പാ 1000 തോട്ടിൽ പോയി ഫ്രീ ആയിട്ട് ചെയ്തു. ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ വീക്ഷിച്ചു കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതിൽ കയറും എല്ലാത്തിലും കൂടി കയറാനുള്ള പൈസ തയ്യൂല. ഓപ്പോടോ എന്നെ പോലെ ഒരു സെക്കൻഡ് കിളി പോകും കേട്ടോ. പാവപ്പെട്ട കുടുംബത്തിൽ ഒരു പയ്യൻ ഒരു ഐസ്ക്രീം വാങ്ങാനാണ് ഒരു 50 രൂപ പറഞ്ഞത്. പാവപ്പെട്ട കുടുംബത്തിൽ ഒരു പയ്യന് ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ ഒരു 50 രൂപ സംഭാവന ചെയ്യാൻ പറ്റുമോ? ചേട്ടൻ പറ്റുമോ? തുണിയില്ലേ? ഗ്ലാസ് ബ്രിഡ്ജ് എടാ നമുക്ക് ഇതുവഴി ഓടിപ്പോയി കയറി പോയി നോക്കി ഒരു ഗ്ലാസ് ആയിട്ട് അളവിരിക്കണായിരിക്കും നിശ്ചയം. നമ്മൾ ഓടിച്ചെല്ലും അതിൻ്റെ താഴെ അങ്ങ് പോകും. അങ്ങനെ എല്ലാം കണ്ട് ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി ഏതൊക്കെ റൈഡിൽ കയറണമെന്ന് തീരുമാനിച്ച് ടിക്കറ്റ് കൗണ്ടറിൽ പോയപ്പോഴേക്കും അവർ അടച്ചിട്ട് പറഞ്ഞ് ഇനി 2 മണിക്കേ ഉള്ളൂ, ലഞ്ച് ബ്രേക്കാണെന്ന്. അങ്ങനെ ഗവ. പിന്നെ നടന്നപ്പോൾ ഒരു അഡ്വഞ്ചർ സോൺ ഉണ്ട്. അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അങ്ങോട്ട് കൊച്ചിനെ ഇറക്കി വിട്ടിട്ട് കുറേ പേരെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ തുടർന്ന് നടന്നു. ആ പാരാഗ്ലൈഡിങ്ങിൻ്റെ അവിടെ എന്തിനാണെന്നറിയാം. ഇവിടെ കുട്ടികൾക്കുള്ള ചെറിയ അഡ്വഞ്ചർ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആർച്ചറി, എയർ റൈഫിൾ, അങ്ങനത്തെ കുറേ പരിപാടികൾ. നമ്മൾ പാരാഗ്ലൈഡിങ്ങിൻ്റെ സ്ഥലം ലക്ഷ്യമാക്കി നടന്നു. അവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പൊങ്ങിയതല്ലേ നീക്കുന്നത്? പിന്നെ എടാ ഇത്ര എയറിലേക്കേ ഉള്ളൂ കേട്ടോ. ഞാൻ പൊങ്ങി പോകും. എൻ്റെ വാനെ ഇതൊരു 1.5 സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ട് ഇത്രയും ദൂരം നടക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മടിച്ച് പോവേ ചെയ്യരുത്. ഭയങ്കര വൈബാണ് ഇവിടെ. ആ മറ്റേ വാഗമണിൻ്റെ എല്ലാ ഏരിയ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഒരു ചെറിയ പുൽത്തകിടി പോലെ നല്ല കാറ്റും ചെറിയ കോടയൊക്കെ ഉണ്ട്. നട്ടുച്ചയ്ക്കാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ എന്ത് രസമായിരുന്നു അറിയാമോ ഇവിടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്യാൻ. ആ ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന ടീമുകളൊക്കെ ഇങ്ങോട്ട് വിളിക്കാൻ നോക്കിയിട്ട് ഫോണിന് റേഞ്ച് ഇല്ല. ജിയോയ്ക്ക് ഉണ്ട്, വിഐക്ക് ഒട്ടും റേഞ്ച് ഇല്ല. നമ്മൾ വന്നപ്പോഴേക്കും കറക്റ്റ് പാരാഗ്ലൈഡിങ് മടക്കി വെച്ച് നല്ല ഐശ്വര്യമാണ്, നല്ല ടൈം. അടുത്തത് പൈൻ വാലി ഫോറസ്റ്റ്. പുള്ളിന്റെ ഒറിജിനൽ ടൂണും മറന്നു തല്ലി. ഹലോ മാഡം, എന്താണ് നിന്റെ പ്രശ്നം? തിരിച്ചു വരുമ്പോൾ മാഞ്ചേരാന്ന് പറഞ്ഞല്ലോ, ഒന്ന് മുഖം ഒന്ന് കാണിക്കോ? കൊച്ചിന് സാധനം വാങ്ങി കൊടുക്കാത്ത ഞാനൊക്കെ ഒരു തന്തയാണോന്ന് പ്രാവിക്കൊണ്ട് ഉണ്ണിക്കുട്ട അവൾക്ക് സാധനം വാങ്ങി കൊടുക്കാൻ വേണ്ടി പോയി. അവൻ്റെ അടപ്പളവിടെ രീതിയിൽ അവൾ വാങ്ങിച്ച്. അതിനുശേഷം കൊച്ചെന്തിനാണ് കയറണമെന്ന് അവൻ ചോദിച്ചിട്ടില്ല. പൈൻ വാലി ഫോറസ്റ്റിൽ കാലെടുത്ത് കുത്തി ടിക്കറ്റ് എടുത്ത് ഒന്നകത്ത് കയറിയപ്പോഴേക്കും മഴ. പിന്നെ ഓടിത്തള്ളി വണ്ടിക്കകത്ത് കയറി. എന്തൊരവസ്ഥയുടെ ഇത്. മെഡോസ് എന്ന് പറഞ്ഞാൽ മൊട്ടക്കുന്നാണ് അടുത്ത ലക്ഷ്യം. സമയം 5:45. ഇതൊക്കെയാണ് ട്രിപ്പ്. അഡ്വഞ്ചർ പാർക്കിൽ പോയപ്പോൾ അവിടെ നവംബർ ലഞ്ചിന് പോയി. അടുത്ത് പൈൻ വാലി ഫോറസ്റ്റിൽ വന്നപ്പോൾ അവിടെ മഴ. അടുത്ത് മൊട്ടക്കുന്നി വന്നപ്പോൾ അവിടെ അടച്ച്. മൊട്ടക്കുന്നി കയറ്റി വിടാത്തതുകൊണ്ട് അടുത്തുള്ള യാതൊരു കുന്നിൽ വലിഞ്ഞു കയറി.
പൈൻ മാത്രമേ ഉള്ളൂ, പൈൻ. ഒരു ആപ്പിളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും കൊള്ളായിരുന്നു. ഈ ഫൈനൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നെങ്കിൽ പൈനാപ്പിൾ ആവുമായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. എന്തൊക്കെ ആണെങ്കിലും ഇത് സൂപ്പർ സ്ഥലമായിരുന്നു കേട്ടോ. നല്ല പുൽത്തകടിയും ഫോട്ടോ റീല് ഇതൊക്കെ എടുക്കാൻ പറ്റി. അത് മാത്രമല്ല നല്ല കാറ്റും നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷവും ചുറ്റും ഈ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയെന്നറിയാമോ. ഒരു പട്ടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറത്തി കളിക്കായിരുന്നു ഇവിടെ. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ ഒരുപാട് ഇരുട്ടിപ്പോയി. മറക്കുടയാൽ മുഖം മറയ്ക്കുമാനല്ലേ. ഇതൊക്കെ തന്നെയാണ് എന്റെ ഓണം.